ജി സുധാകരൻ മുന്നും പിന്നും നോക്കാതെ പ്രതികരിക്കുന്ന വിപ്ലവകാരിയാണ്. മഹാകവികൾ പണ്ടേ വികാരവിക്ഷുബ്ധരായാണ് കാണപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ വസ്ത്രം ധരിക്കാതെയും മായാജാലം കാട്ടിയും കള്ളക്കച്ചവടം നടത്തിയും പ്രത്യക്ഷപ്പെടുന്ന കള്ളസ്വാമിമാരെ ജി സുധാകരന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. കഴിഞ്ഞ ദിവസം അമ്മാതിരി ഒരു പ്രതികരണം നടത്തിയതിൻ്റെ പേരിൽ സുധാകരൻ ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ്. വസ്ത്രം പോലും ധരിക്കാതെ നടക്കുന്ന ചില കള്ളസന്യാസിമാരെക്കുറിച്ച് നടത്തിയ പ്രസ്താവന. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? ഭാരതത്തിന്റെ ചരിത്രത്തിലെ ചിരസ്മരണീയരായ പുണ്യാത്മാക്കളായ കുറെ മകന്മാരെ ഇവിടെ ശ്രീനാരായണനുണ്ട്, ചട്ടമ്പിസ്വാമികളുണ്ട്, ധർമ്മരാജനുണ്ട്, ശ്രീരാമചന്ദ്രനുണ്ട്, വിവേകാനന്ദനുണ്ട്, ചാരുണ്ട്, മഹാത്മാഗാന്ധിയുണ്ട്, രാജാറാമുണ്ട്. കുറച്ചാണ് ഇവർ ചില സന്യാസി അല്ലെങ്കിലും ഏതൊരു സന്യാസിയെക്കാളും മഹത്തായ ജീവിതം നയിച്ച ഹിന്ദു മതത്തിൽ ജനിച്ച മഹാന്മാരായിട്ട് ആ മതത്തിനേക്കാൾ ഉപരിയായിട്ട് വളർന്നു. പക്ഷെ കള്ളസന്യാസിമാർ സന്തോഷ് മാധവന്റെ പേര് അദ്ദേഹം. അപ്പൊ ഞാൻ പറഞ്ഞു, ഡൽഹിയിൽ ഒരു ബാബ എന്നൊരു സാധനം കുടുംബം നടന്നൊരു സാധനം 2 മാസക്കാലം അവിടെ ഉള്ളതൊക്കെ നമ്മൾ കണ്ടതല്ല ടെലിവിഷൻ. അപ്പൊ അയാൾക്ക് അടിവസ്ത്രമൊന്നുമില്ല. അല്ല, ശരിക്കും കള്ളസ്വാമിയാണ് ഇവിടെ തെളിഞ്ഞത്. അപ്പൊ ഇന്നത്തെ സ്വാമി അതിനെ പറ്റിയാണ് ഇത്രയുള്ള കാര്യം ഞങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. ആരോ തെറ്റായിട്ട് കൊടുത്തിട്ട് ഫേസ്ബുക്കിൽ ഒരു സ്വാമി കേരളത്തിലെ സന്യാസിമാരുടെ സെക്രട്ടറിയാണ്, നമുക്കറിയില്ല. ഇത് അവിവേകമാണ്, ഇതൊരു കുറച്ചാണ് അദ്ദേഹം ആ പ്രതിപാദിച്ചു കൊടുത്തതിനെതിരായിട്ട് നമ്മളതേ പറഞ്ഞു. ഒരാൾ പറയുകയാണ് ക്രിസ്ത്യാനിയായ ഭാര്യയുടെ സുധാകരൻ എന്ന് പറഞ്ഞതിന് അത്ഭുതമുണ്ട്. കാരണം സുധാകരൻ പറഞ്ഞത് ശരിയാണ്. ക്രൈസ്തവ പുരോഹിതന്മാരും മുസ്ലിം പുരോഹിതന്മാരും അവരുടെ വസ്ത്രങ്ങൾ പാദം വരെ നിങ്ങൾ അമൃതത്തിലും നമ്മുടെ ജനങ്ങൾക്ക് അനുസരിച്ചുണ്ടാക്കും. പക്ഷെ ചില ഹിന്ദു സ്വാമിമാർ ശരീരത്തിൽ വസ്ത്രം ധരിക്കുകയാണ്. അത് ശരിയല്ലാത്ത അഭിപ്രായം ഇപ്പോഴുള്ളത്. കാലത്തനുസരിച്ച് മാറണമെന്നുള്ള അഭിപ്രായമാണ് ഏഴാഴ്ചയിൽ. ഇതാണ് കാര്യം. അപ്പൊ ഇത് എന്റെ ഭാര്യ ക്രിസ്ത്യാനി അത് ജൂബിലിനുള്ള പേര് കേട്ടപ്പോൾ ഇതാണ് ഇവിടുത്തെ വിമർശനം. കാര്യമറിയാതെ ഒന്നും അറിയാതെ വിമർശിക്കുകയും വർദ്ധിക്കുകയും അർത്ഥം വളർത്തുകയും ചെയ്യുന്ന ശക്തികളുടെ സജീവനാണ്. പണ്ട് ദേവസ്വം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മലയാളികൾ അറിയാതിരുന്ന പല കാര്യങ്ങളും ജി സുധാകരൻ വെളിപ്പെടുത്തിയത്. ഇപ്പോൾ പൊതുമരാമത്തിൽ എഞ്ചിനീയർമാരെ ചീത്ത വിളിക്കുന്നതിനിടയിലും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നു എന്നറിയുമ്പോൾ സന്തോഷം. കൂടുതൽ സന്തോഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.